780 ഒരു ഓട്ടോമാറ്റിക് സോണറ്റ് കൊണ്ടുപോകാം. STK പ്ലസ് SUV കോമ്പാക്ട് SUV സെഗ്മെന്റ് 7,80,000 രൂപയ്ക്ക്. പെട്രോൾ തന്നെ നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് ആ റേഞ്ചിലേക്ക് 17 വരെയൊക്കെ കിട്ടുന്നുണ്ട് സാലറിയില്. അപ്പോൾ ഡീസൽ 20 മുകളിൽ തന്നെ എന്തായാലും കിട്ടും. ഡുവൽ എയർ ബാഗ് ഓപ്ഷനിൽ ഡുവൽ എയർ ബാഗ് വരും. ഇത് സിംഗിൾ എയർ ബാഗ് ആയിട്ട് വരും. സിംഗിൾ എയർ ബാഗ് ആയിട്ട് 2016 കിലോമീറ്റർ എത്രയാ? 19 മോഡൽ 1.65 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസ് പോയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നിസാനിൽ തന്നെ വരും അല്ലേ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പുതിയൊരു ഷോറൂം കൂടെ പരിചയപ്പെടുത്തുകയാണ്. കോഴിക്കോട് ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഷോറൂം വരുന്നത്. മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. തൽക്കാലം ഇവരുടെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്ന സ്റ്റോക്കുകൾ നമ്മൾ ജസ്റ്റ് ആദ്യം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഈ വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാൻ സ്വാഗതം ചെയ്യാം. അക്ഷയ്, സ്വാഗതം. താങ്ക് യു. ഓക്കെ, നമുക്ക് എന്തായാലും ബ്രാൻഡിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ. ഓക്കെ, ഏകദേശം എത്ര നാളുകൊണ്ട് ഓപ്പൺ ആവും? എങ്ങനെയായാലും ഒരു വിത്തിൻ 1 മന്ത് എന്തായാലും സ്റ്റാർട്ട് ആവും. ഓക്കെ, KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് വാഹനങ്ങളുടെ വിലപ്പാകം എങ്ങനെ പറയാൻ പറ്റും? നല്ല പൊട്ടിച്ച് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാലും നമ്മളെ സ്റ്റാർട്ടപ്പ് ആണ്. അപ്പോൾ എങ്ങനെയാലും എന്താ പറയുക, കസ്റ്റമർക്ക് അനുകൂലമായിട്ടുള്ള റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, എന്തായാലും നല്ലൊരു MNC കമ്പനിയുടെ സ്റ്റാർട്ടപ്പാണ്. അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ പോകും. അതെ, ആക്ച്വലി ഞങ്ങൾ B2B ആണ് ഉണ്ടാവുക. മീൻസ് എന്താ പറയുക, ഡീലർ പ്രൈസ് ഞങ്ങൾക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കമ്പനിയാണ് B2B ബിസിനസ് എന്ന് പറയാം. ഓക്കെ, എന്തായാലും നോക്കാം. ഇതേപോലെ തന്നെ ഷെഡിൻ്റെ അകത്ത് തന്നെയാണ്. പുറത്ത് ഓപ്പൺ ആണ്, പക്ഷേ അവിടെ ഇപ്പോൾ ഷെഡിൻ്റെ വർക്ക് നടക്കുകയാണ് അല്ലേ മൊത്തത്തിൽ? ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഓഫീസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊന്നും ഇപ്പോൾ പറയാത്തത്. എന്തായാലും ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, കാരണം അത്രയും പൊട്ടിച്ച വിലയിൽ നല്ല ബഡ്ജറ്റ് വണ്ടികൾ കൊടുക്കുന്നുണ്ട് അല്ലേ? ചെറു വണ്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? നമ്മുടെ ആദ്യ വാഹനം ആൾട്ടോ K10 ആണ്. 1000cc വണ്ടി, KL 18 വടകര രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയാണ് അക്ഷയ് കാര്യങ്ങൾ? ഇത് 2016 മോഡൽ ആൾട്ടോ K10 VXI ടോപ്പ് എൻഡ് ടോപ്പ് എൻഡ് K10 ടോപ്പ് എൻഡ് വണ്ടിയാണ്. 1000cc ആണ്. മൈലേജ് ഒരു 17-18 ഒക്കെ കിട്ടും. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളില്ല. 4 പുതിയ ടയറും എല്ലാം കാര്യങ്ങളുണ്ട്. ഓക്കെ, പുറകില് പുതിയ ടയർസ് തന്നെയാ? കുറച്ച് യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, 16 കിലോമീറ്റർ എത്രയുണ്ട്? 85,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 85,000. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വാഹനമാണ്. എത്ര കൊടുക്കാം നമുക്കിത് ലാസ്റ്റ് 2,20,000 രൂപ കൊടുക്കാം. 2,20,000 നിങ്ങൾക്കൊരു K10 കൊണ്ടുപോകാം. ഫുൾ ഓപ്ഷൻ K10 2,20,000 രൂപയ്ക്ക്. അതും 2016 മോഡൽ. അപ്പോൾ ഫുൾ ലോണ് ചാൻസ് ഉണ്ടോ? ഫുൾ ലോണ് കസ്റ്റമറെ ട്രാക്ക് അനുസരിച്ചിരിക്കും. എന്നാലും വണ്ടിക്ക് ഏകദേശം 1.25 റേഞ്ചൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു അടിപൊളി പ്രൈസിന് നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് ബലേനോ കാണിച്ചു തരാം. KL 60 രജിസ്ട്രേഷനുള്ള വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ ബലേനോ ഡെൽറ്റ CVT 17 CVT ഓട്ടോമാറ്റിക് ആണ്. AMT അല്ല. കൊടുക്കുന്ന പവർ നമുക്ക് അതേപോലെ തന്നെ ഡ്രൈവിൽ കിട്ടും. അതെ. ഓക്കെ, കിലോമീറ്റർ എത്രയാ? 45,000 കിലോമീറ്റർ ഓടിയില്ലോ. ലോ കിലോമീറ്റർ ആണ്. ആ ഒരു വർഷത്തിനെ സംബന്ധിച്ച് ലോ കിലോമീറ്റർ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം അങ്ങനത്തെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജറായിട്ടുള്ള പണികളൊന്നുമില്ല. ഓക്കെ, ഒരു CVT ഓട്ടോമാറ്റിക് ബലേനോ 2017 45,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എത്ര കൊടുക്കാം നമുക്കിത് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷത്തിന് ഒരു ഓട്ടോമാറ്റിക് CVT ബലേനോ നിങ്ങൾക്ക് കിട്ടുകയാണ്. പൊട്ടിച്ചവല ഇപ്പോഴത്തെ AMT ആണ് ഇറങ്ങുന്നത്. ഫുൾ ലോണും കാര്യമില്ലേ? ഫുൾ ലോണും. പെട്ടെന്ന് വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഫോർഡിന്റെ ഫിഗോ KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ അക്ഷയ് ഡീറ്റെയിൽ? 2016 മോഡൽ ഫോർഡ് ഫിഗോ ട്രെൻഡ് ലൈൻ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. ഓക്കെ, പെട്രോളോ ഡീസലോ? പെട്രോൾ 2016 വണ്ടി. കിലോമീറ്റർ എത്രയാണ്? 55,000 കിലോമീറ്റർ ഓടിയിട്ടു. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ, ലോ കിലോമീറ്റർ ആണ്. മേജർ റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും റീപ്ലേസ്മെന്റും കാര്യങ്ങളില്ല. 4 നല്ല പുതിയ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫോർഡിന്റെ വണ്ടി അറിയായിരിക്കും ജിതേട്ടന്. അത് ഉപയോഗിച്ച ആൾക്കാർക്ക് പറയാനില്ല. അമേരിക്കൻ ബ്രാൻഡാണ്. ഇപ്പോൾ സംഭവം കമ്പനി ഇവിടെ നിർത്തിപ്പോയി, പക്ഷേ സർവീസ് ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരു 10-11 വർഷത്തേക്കുള്ള സർവീസ് കിട്ടും. അത് മാത്രമല്ല ഫോർഡ് രണ്ടാമത് തിരിച്ച് വരാമെന്ന് കേൾക്കുന്നുണ്ട്. കൊളാബറേറ്റ് ആയിട്ട് വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും. ഇതിന് മിറർ കവർ പോയതാ, അത് ഇട്ട് കൊടുക്കാം നമുക്ക്. അത് നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇപ്പോൾ? ഇത് നമുക്ക് ഫൈനലി 3,30,000 കിട്ടിയാൽ കൊടുക്കാം. 3,30,000 ഒരു ഫോർഡ് ഫിഗോ ഉണ്ടോ, ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി എടുക്കുക, ഓടിക്കുക, പെട്രോൾ അല്ലേ? അതെ അതെ. ഒരു 12, 14, 15 ആ റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, വീണ്ടും മാരുതിയുടെ വാഹനം തന്നെ വാഗണർ KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്, മൊത്തത്തിൽ വർക്ക് നടക്കുന്നുണ്ടാണ് അല്ലേ? എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തിട്ടേ വണ്ടി തരുള്ളൂ. വാഷ് ചെയ്തത് ആക്ച്വലി ഇന്നലെ വാഷ് ചെയ്തായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മൊത്തം പൊടിയാണ്, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ? ഇത് 2013 മോഡല് വാഗണർ LX വരുന്നത്. 13 ആണ്. ഓക്കെ, വെറും 48,000 കിലോമീറ്റർ ഓടിയിലും സിംഗിൾ ഓണറാണ്. അത് നമുക്ക് ജെനുവിറ്റി പറയാൻ പറ്റുമോ? കാരണം ഈ വണ്ടിയുടെ ഷേപ്പ് ഉണ്ട് നിങ്ങൾ. ഓക്കെ, കാരണം ഒരു എന്താ പറയുക കാര്യങ്ങളോ ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് 2013 VXi അതെ, LXi സോറി, ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടിയാണ്. ഒരു ക്ലെയിം. വാഗണർ മൈലേജ് ഒരു 14, 17 ഒക്കെ കിട്ടൂല? ഉറപ്പായിട്ടും. ഒരു എന്താ പറയുക ഒരു ഫാമിലിക്കെല്ലാം നമുക്കറിയാലോ സ്പേസും കാര്യങ്ങളൊക്കെ. സ്പേസ്, ഹൈറ്റ്, പ്രായമായവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് 2,40,000 രൂപ ഫൈനലിട്ടേ കൊടുക്കാം. 2013 LXi വാഗണർ 2,40,000 ഫൈനൽ റേറ്റ് ഏകദേശം. നേരത്തെ പറഞ്ഞ ഫൈനലാണോ? അതെ, എല്ലാം ഫൈനലാണ്. ഓക്കെ, ഫൈനൽ റേറ്റ് ആണ് 2,40,000. അതിൽ നെഗോഷിയേറ്റ് ഇല്ല. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എല്ലാവരും വേറെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാവും എങ്ങനെയാണ്. ഇതിൽ ലോൺ എത്ര കയറും? ഇതില് ഒരു 2 lakh പോകും എന്തായാലും കിട്ടൂല? 2 lakh പോകും എന്തായാലും കിട്ടും. അടുത്ത വണ്ടി, അടുത്തത് ഒരു ഫ്രീക്ക് വണ്ടി. ഫ്രീക്ക് എന്ന് വെച്ചാൽ ആൾട്ടോനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. സ്പോയിലർ, സ്റ്റിയറിംഗ് വീല് കംപ്ലീറ്റ് മാറി, ഗിയറിന്റെ ലിവർ മാറി, പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരെ കൊടുത്തിട്ടുണ്ട്. അമ്മാരി ഒരു സാധനം അല്ലേ? ഓക്കെ, എങ്ങനെയാണ്? ചെറുപ്പകാലത്ത് നമ്മളല്ലോ ഡ്രീം ചെയ്യുന്ന ഒരു വണ്ടി മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു തരത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2006 മോഡല് ആൾട്ടോ LXi. ഓക്കെ, 6 പേപ്പറിന്റെ അവസ്ഥ ഇപ്പോൾ? പേപ്പർ നമുക്ക് 2026 വരെ പേപ്പർ ഉണ്ട് ഇപ്പോൾ നിലവിൽ. 6 ഏത് മാസം വരെ ഉണ്ടെന്ന് അറിയോ? ജൂലൈ വരെ ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു വർഷത്തിന്റെ അടുപ്പിച്ചുള്ള പേപ്പർ ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെയും റീടെസ്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ബാക്കി കിലോമീറ്റർ കാണിക്കുന്നത്? കിലോമീറ്റർ ഇപ്പോൾ 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. വണ്ടി നല്ല എന്താ പറയുക, കണ്ടോ 4 ടയറും അടിപൊളി. പുതിയ ടയർസ് ആണ്, ഒന്നും ചെയ്യാനില്ല എടുക്കുന്ന പാർട്ടിക്ക്. ഈ വണ്ടി എടുത്ത് പോകുന്നേരം നമ്മൾ 1,16 ഓടിയെന്ന് പറയൂല. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കുക, ഓടിക്കുക. അതെ, നിങ്ങൾ ബേസിക് സർവീസ് ചെയ്തിട്ടാണോ കൊടുക്കുക വാഹനം? ജനറൽ സർവീസ്, ഒരു ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണോ വാഹനം? അത് ഓൾറെഡി ഇപ്പോൾ വരുന്നേരം നമ്മൾ ഈ എന്താ പറയുക സർട്ടിഫൈഡ് പോയിന്റ്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ടാണ് പിന്നെ അത് ക്ലിയർ ആയിട്ടേ കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഫ്രീക്കനെ നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 90,000 രൂപ കൊടുക്കാം. 90,000 ഇത്രയും അഡീഷണൽ നല്ല നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ അമ്മ ലുക്കിലാണ് വണ്ടി ഉള്ളത്. അത്രയും ഫിറ്റിങ്സ് കയറിയ ഒരു വണ്ടി 90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2026 ജൂലൈ വരെ പേപ്പറുള്ള വാഹനമാണ്. ഇതിൽ ലോണും കാര്യമൊന്നും കിട്ടൂല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് കോമ്പാക്ട് SUV സെഗ്മെന്റ് കിയ സോണറ്റ് KL 25 പുനലൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ അക്ഷയ്? ഇത് 2021 മോഡല് സോണറ്റ് HTK പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. HTK പ്ലസ് ഓട്ടോമാറ്റിക്. ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, IMT അല്ലല്ലോ? അല്ലല്ല, ഓട്ടോമാറ്റിക്, ഫുൾ ഓട്ടോമാറ്റിക്. HTK പ്ലസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ്. സൺറൂഫ് ഉണ്ടാവില്ല, സൺറൂഫ് ഇല്ല വരുന്നില്ല അതുപോലെ. പിന്നെ സീറ്റ് വെന്റിലേഷൻ, അതേപോലെ വയർലെസ് ചാർജിങ്, ഇത് ഇത്ര ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അലോയ്സ്, ഇത് അലോയ്സ് അല്ലല്ലേ? വീൽ കപ്പ് അല്ല, അത് ഫ്ലെക്സിയിലാണ്. ഓക്കെ, വീൽ കപ്പാണ്. ഓക്കെ, അലോയ്സും വരില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ബ്ലാക്ക് കളർ നല്ല അടിപൊളിയായിരിക്കും. അതെ, കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 35,000 കിലോമീറ്റർ ഓടിയില്ലോ. വാറണ്ടി ഒന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, വേറെ എക്സ്റ്റെൻഡ് വാറണ്ടി ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 35,000 കിലോമീറ്ററിലേക്കുന്ന സോണറ്റ് ആണ്. പെട്രോള്, ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 12-15 റേഞ്ച് ഏകദേശം. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ഫൈനലി 7,80,000 രൂപ കൊടുക്കും. 7,80,000 ഒരു ഓട്ടോമാറ്റിക് സോണറ്റ് കൊണ്ടുപോകാം. HTK പ്ലസ് SUV കോമ്പാക്ട് SUV സെഗ്മെന്റ് 7,80,000 രൂപയ്ക്ക്. ഏകദേശം 7 lakhന്റെ മേലെ ലോൺ ഏകദേശം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മൈലേജിൻ്റെ ഒരു രാജാവാണ്. ഡീസൽ സെലേറിയോ, ഒരു റയർ പീസാണ്. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ സെലേറിയോ VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ. മിഡിൽ അന്നത്തെ വീഡിയോ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഡീസലാണ്. മൈലേജ് ഒരു 18 മേലെ പ്രതീക്ഷിക്കാം. കിട്ടും. കാരണം പെട്രോൾ തന്നെ നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് ആ റേഞ്ചിലേക്ക് 17 വരെയൊക്കെ കിട്ടുന്നുണ്ട് സെലറിയിൽ. അപ്പോൾ ഡീസൽ 20 മുകളിൽ തന്നെ എന്തായാലും പ്രതീക്ഷിക്കാം. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 99,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടി.
ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 99,000 സർവീസ് ഉണ്ട് പ്രോപ്പർ. ഓക്കെ. മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി നല്ല ഷേപ്പും കാര്യങ്ങളും, നല്ലൊരു കസ്റ്റമർ യൂസ് ചെയ്ത വണ്ടിയാണ്. ഇത് അലോയ്സ് മാറ്റി ചെയ്താ? ഇത് മാറ്റി അലോയ്സ് തന്നെയല്ലേ? ഓക്കെ, മാറ്റി ചെയ്തേക്കാണ്. നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ, പുതിയ ടയേഴ്സ് ആണ്. ഫ്രണ്ടിലും പുറകിലും അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് സാധനമൊക്കെ സൈഡിലുള്ളത്. അതെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 240 കൊടുക്കാം. 2,40,000 രൂപയ്ക്ക് 2015 ഡീസൽ VDI ഈ ഒരു സെലറിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ കയറാൻ സാധ്യതയില്ലേ? ചാൻസ് ഉണ്ട്, അതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. നല്ല മൈലേജിൽ കൊണ്ടു നടക്കാൻ പറ്റും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഹ്യുണ്ടായി ഇയോൺ KL 18 വടകര രജിസ്ട്രേഷൻ. വടകര രജിസ്ട്രേഷൻ കൂടുതലുണ്ടോ? കൂടുതൽ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു വടകര രജിസ്ട്രേഷൻ അടുത്താണല്ലോ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത് 2013 മോഡൽ ഇയോൺ ഇറ പ്ലസ്. ഇയോൺ ഇറ പ്ലസ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ലോ കിലോമീറ്റർ ആണല്ലേ? ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നുമില്ല. ഇത് എന്താ പറഞ്ഞാൽ ഇവിടെ ഇല്ലയിൽ വെച്ചിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി പെർഫെക്റ്റ് വണ്ടി എന്ന് പറയുവാണെങ്കിൽ. ഓക്കെ, കാരണം ഇതിലൊരു സിംഗിൾ സ്ക്രാച്ച് ഇതാണ് ഇതിനുള്ള ആകെ ഒരു അപാകത. വേറെ ഒന്നുമില്ല. ഒരു ടച്ച് പക്കാ ക്വാളിറ്റി അല്ല. ഓക്കെ, 2013 ഇറ പ്ലസ് ആണ്. 60,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 18 വരെയൊക്കെ മൈലേജ് കിട്ടും. ഉറപ്പായിട്ടും 15 to 18 വരെയൊക്കെ. എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ 1,60,000 രൂപ കൊടുക്കാം. 1,60,000 2013 ഇറ പ്ലസ് ഇയോൺ. 2 ഡോർ പവർ വിൻഡോ വരും, സ്റ്റീരിയോ വരും അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടോ വണ്ടി? ചെയ്തിട്ടുണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യം വിളിച്ച ഒരു 1,125,000 ഒക്കെ എന്തായാലും വരും. അടുത്തത് ഒരു വാഗണർ KL 55 തിരൂർ രജിസ്ട്രേഷൻ ആണ്. പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്ന വില ഏകദേശം ഫൈനൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഡെലിവറി ചെയ്യുക? അതെ, ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഓക്കെ, ബാക്കി വെള്ളടിച്ച് വൃത്തിയാക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ വണ്ടിയുടെ നല്ലൊരു കണ്ടീഷൻ അതുപോലെ തന്നെ കൊടുക്കും. ഓക്കെ, ആ ഒരു വിലക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ മീൻസ് എന്താ പറയണ്ടേ, നമ്മൾ കമ്പയർ ചെയ്യുന്ന നേരം മനസ്സിലാവും എന്തായാലും വണ്ടിയുടെ വാല്യൂ എങ്ങനെയാണ്, എത്ര റേറ്റിലാണ് പോകാൻ. ഇതെത്ര എങ്ങനെയാ ഡീറ്റെയിൽ? 2017 മോഡൽ വാഗണാർ VXI സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. 17 അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് അല്ല? ഓക്കെ. ഓട്ടം 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടം പോയിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്, പിന്നെ ഓട്ടത്തിന് അങ്ങനെ മേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല, മേടിക്കാനൊന്നുമില്ല. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിൽ നമുക്ക് 3,35,000 പ്രൈസ് ഇട്ടിട്ടില്ല. 17 VXI വാഗണർ 3,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തെടുത്താൽ വണ്ടി നല്ല പുത്തനാവും. വൈറ്റ് കളർ നല്ല 3,35,000 കൊണ്ടാവും. ഒരു 2.25-3 ലക്ഷത്തിന്റെ അടുത്ത് ലോൺ ചാൻസ് കിട്ടും. 17 കാണാനൊരു ലുക്കിൽ നിന്നുള്ളൂ, ഭയങ്കര ബുദ്ധിയാണ്. അതുപോലെ തന്നെ കിഡാണിത്. പൊടി പിടിച്ച് കിടക്കാം, വേറെ ഒന്നുമല്ല. ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല, ആ ഒരു അവസ്ഥയിലാണ് അല്ലേ? ഇന്നലെ വാഷ് ചെയ്താ പൊടി പണി നടക്കാണ്, പെയിന്റ് പണി എല്ലാം കൂടെ നടക്കാണ്. അതുകൊണ്ടാണ്. ഓക്കെ, KL 10 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ ക്യുഡ് RXT 800cc വരുന്ന RXT ആണ്. ഇതിന്റെ മേലെ RXT ഓപ്ഷനിലാണ് വരിക. എയർ ബാഗ് ഡുവൽ എയർ ബാഗ്. RXT ഓപ്ഷനിൽ ഡുവൽ എയർ ബാഗ് വരും. ഇത് സിംഗിൾ എയർ ബാഗ് ആയിട്ട് വരും. സിംഗിൾ എയർ ബാഗ് ആയിട്ട് 2016 കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 95,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് 800cc അല്ല പറഞ്ഞത്? 800cc. 800 മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടുണ്ടോ അതോ ഡിക്കി മാത്രം? ഡോർ മാത്രം മാറിയിട്ടുണ്ട്. ഇതിലും നല്ല ടയേഴ്സ് ആണ്. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ 1,60,000 രൂപ കൊടുക്കും. 1,60,000 2016 ക്വിഡ് 800cc വാഹനം RXT നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1,60,000 മാത്രം. ഫുൾ ഓൺ കയറും. ഓക്കെ, അടുത്തതാ ഒരു അടിപൊളി സെഡാൻ വാഹനം മാരുതി സുസുക്കി സിയാസ് ആണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ സിയാസ് VDI പ്ലസ് ഡീസൽ മിഡിൽ ഓപ്ഷൻ്റെ തൊട്ട് മേലെ വരുന്ന ഓപ്ഷനാണ് VDI എന്ന് പറയുമ്പോൾ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. എന്താ പ്രൊജക്ട് ഹെഡ് ലാമ്പ് അടക്കം വരുന്നുണ്ട്. അലോയ്സ് ഉണ്ടാവില്ല. ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അങ്ങനത്തെ എന്തൊക്കെയോ മാറ്റമുള്ളൂ ടോപ്പിലേക്ക് പോകുമ്പോൾ. ഓക്കെ, കിലോമീറ്റർ എത്രയാണ് ഇത്? 1,50,000 കിലോമീറ്റർ ഓടിയ ഡീസലാണ്. മേജർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. പക്കാ സർവീസ് ഹിസ്റ്ററിയിലാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഒരു ഡോർ മാത്രം പുറകിൽ റീപ്ലേസ് ആയിട്ടുണ്ട്. അതാണ് ഒരു അപാകത പറയാനുള്ളത്. ലെഫ്റ്റ് ബാക്ക് റീപ്ലേസ്ഡ് ആയിട്ടുണ്ട് ഡോറ്. ഓക്കെ, വേറെ മേജർ ഉള്ളിലേക്കൊന്നും കിട്ടിയിട്ടില്ല. അതിന്റെ ഗ്ലാസ് വരെ മാറിയില്ല. ഡോറ് ചെറുങ്ങനെ ഡെൻഡായാലോ ഡോറ് മാത്രം മാറിയാണ്. ഓക്കെ, മൈലേജ് ഉണ്ടാവും ഒരു 18-20 റേഞ്ച്. ചാമ്പ്യൻ എന്ന് വേണം നമുക്ക് പറയാം. അത്രയും കിട്ടും. അങ്ങനെ കിട്ടും. ഓക്കെ, ഡീസൽ വണ്ടി
മൈലേജ് ഉള്ള നല്ലൊരു വണ്ടി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം കൊണ്ട് സ്പേസും ഉണ്ട് എല്ലാം ഉണ്ട് ഗ്ലാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്തൊരു i10 ഗ്രാൻഡ് ആണ്. ഇതും KL18 വടകര രജിസ്ട്രേഷൻ വാഹനം തന്നെയാണ് അല്ലേ? ഓക്കെ. ഇതൊരു ചെറിയൊരു അപകടം കാണുന്ന ഗ്ലാസ് ഒന്ന് ക്രാക്ക് ആയിട്ടുണ്ട്. ഒരു ക്രാക്ക് ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലേ? ഇത് ഒട്ടിച്ചതിൻ്റെ ഉള്ളില്. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2015 മോഡല് ഗ്രാൻഡ് ഐറ്റൻ മാഗ്ന 15 മോഡലാണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരും. ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം ഫീച്ചർ വരുന്ന വാഹനമാണ്. 80,000 കിലോമീറ്റർ ആണ് ഓടിയത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ആണ്. ഓക്കെ. നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല പുത്തൻ ടയേഴ്സ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ചെയ്യാനില്ല, സർവീസ് ചെയ്ത് ഓടിക്കാം. പിന്നെ ഗ്ലാസ് മാറണമെങ്കിൽ നിങ്ങൾക്ക് മാറി കൊടുക്കാൻ പറ്റും. അഡീഷണൽ കോസ്റ്റ് തരാണെങ്കിൽ ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ള പ്രൈസിൽ എന്തായാലും അത് അല്ല, ഇപ്പോൾ ഉള്ള പ്രൈസല്ല, അഡീഷണൽ കോസ്റ്റ് തരാണെങ്കിൽ മാറി കൊടുക്കാൻ ഗ്ലാസിന്റെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ 295 നമ്മൾ പറഞ്ഞത്. 2015 മാഗ്ന 2,95,000 രൂപയ്ക്ക് 80,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഈ ഒരു i10 ഗ്രാൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുള്ള് 2.5 വരെയൊക്കെ എന്തായാലും 2.5 വരെ ലോൺ കിട്ടും. ഓക്കെ. അടുത്തത് ഡാറ്റ്സൺ റെഡിഗോ KL17 ആറ്റിങ്ങൽ മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2019 മോഡല് റെഡിഗോ ടി വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. 19 മാനുവൽ വാഹനം 800 cc. 800 cc. ഓക്കെ. 61,000 കിലോമീറ്റർ ഓടിയ. 61,000 2 ഡോർ പവർ വിൻഡോ വരും. ഓക്കെ. 61,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സർവീസ് ഒക്കെ പ്രോപ്പർ ഉണ്ട്? പ്രോപ്പർ സർവീസ്. ഓക്കെ. മൈലേജ് ഉണ്ടാവുക 18-20 റേഞ്ച് അതിൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. എത്രയാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ 1,65,000 രൂപയാണ് ഫൈനൽ വർക്കിൽ. 19 മോഡൽ 1.65 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസ് പോയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നിസാനിൽ തന്നെ വരും അല്ലേ? അതെ. 60,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർഷിപ്പ്. 60,000 സിംഗിൾ ഓണർ കിടക്കാണ്. ലോണ് ഒരു 1.25-1.30. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ അടിപൊളി ഒരു അൾട്ടോ ആണ്. KL18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. കൂടുതലും KL18 തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഇത് കിലോമീറ്റർ വൈസ് വളരെ കുറവാണ്. എത്ര ഓടിയത്? 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 26,000 മാത്രം. ഏതാ മോഡൽ? ഇത് 2009 മോഡല് ആൾട്ടോ സ്റ്റാൻഡേർഡ് ആണ്. 9 മോഡൽ ആൾട്ടോ സ്റ്റാൻഡേർഡ്. അതിൽ AC ചെയ്തിട്ടുണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ. അത് ഇതിന്റെ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആയിരിക്കില്ല. നമ്മൾ ഓടിക്കുന്ന നേരം എന്താ പറയണ്ടേ, റണ്ണിങ് പവർ സ്റ്റിയറിംഗ് ആണ്. ഓക്കെ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നേരം സ്മൂത്ത് ആവും. ഓക്കെ. സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ വരാത്ത സാധനമാണ്. അതിൽ AC അഡീഷൻ ചെയ്തതാണ്. ഓക്കെ. 2009. ഇത് നമുക്ക് ഈ കിലോമീറ്റർ പറഞ്ഞല്ലോ, ജെനുവിൻ എങ്ങനെ പറയാം? എത്ര ഓണർഷിപ്പ്? എത്രയാ? ഇതിപ്പോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇതിന്റെ രണ്ടാമത്തെ ഓണർ ഇത് 10,000 കിലോമീറ്റർ ഉള്ളവരാണ് ഈ വണ്ടി വാങ്ങിച്ചത്. അപ്പൊ ഈ ഫസ്റ്റ് ഓണർ എടുക്കുന്നത് 10,000 കിലോമീറ്റർ എടുക്കുന്ന സെക്കൻഡ് ഓണർ വർഷം മുമ്പേ നമുക്കൊന്ന് ഒരു 2012 തൊട്ടിട്ട് 30 കയ്യിൽ വണ്ടിയുണ്ട്. ഇപ്പൊ വാങ്ങിച്ചാല് നമ്മൾ എടുത്ത ആൾക്കാരിൽ നിന്ന് 2012 തൊട്ടിട്ട് അയാളെടുക്കാൻ വണ്ടിയില്ല. ഓക്കെ. വണ്ടി പൊടി പിടിച്ച് കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ കഴി കഴിഞ്ഞാൽ ഇതിന്റെ ഇന്ത്യൻ റെസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നീറ്റ്നെസ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഓക്കെ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? പേപ്പറിന്റെ അവസ്ഥ എന്താ? ഇപ്പോ പേപ്പർ ഇപ്പം 2024 കഴിഞ്ഞിട്ട് 29 എടുത്തിട്ടുണ്ടോ? അല്ല, 29 വരെ ഉണ്ടോ? 29 വരെ പേപ്പർ ഉണ്ട്. ഇപ്പൊ പേപ്പർ ഉണ്ട് നിലവില്. ഓക്കെ. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇതിനിപ്പം നമുക്ക് 95 ഫൈനൽ ഇട്ടാൽ കൊടുക്കാം. 95,000 രൂപയ്ക്ക് 29 വരെ 2029 വരെ പേപ്പറുള്ള ആൾട്ടോ AC ചെയ്ത സ്റ്റാൻഡേർഡാണ്. AC ചെയ്തിട്ടുണ്ട്. ചെയ്ത വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് പ്രോപ്പർ. ഓക്കെ. ലോണ് ചാൻസ് ഇല്ല. അടുത്ത വണ്ടിയിലേക്ക് പോകും. അവസാനത്തെ വാഹനവും ഒരു മൈലേജ് കിങ് ആണ്. ഒരു ഡീസൽ i10 ഗ്രാൻഡ് KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ അല്ലേ? ടോപ്പിൻ്റെ ഇത് ടോപ്പിൻ്റെ ആസ്റ്റാ ഓപ്ഷൻ ഏറ്റവും ടോപ്പാണ്. അലോയ്സ് വരും, പുഷ്പട്ടം വരും, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ടോപ്പിന്റെ വാഹനം. 360 ക്യാമറ ചെയ്തിട്ടുണ്ടോ? അതെ. 360 ക്യാമറ ആയിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ആയിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അടിപൊളി ഒരു സാധനമാണ്. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് കൊണ്ടുപോയാൽ മതി. എങ്ങനെ മോഡലും കാര്യങ്ങളൊക്കെ? 2014 മോഡല് ഗ്രാൻഡ് ഐറ്റൻ ആസ്റ്റാ ഓപ്ഷണൽ ഡീസൽ. ഓക്കെ. ഡീസൽ വണ്ടി. ഓക്കെ. 1 lakh സംതിങ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 20 മേലെ തന്നെ മൈലേജ് കിട്ടൂല ഏകദേശം? ഓ ഷുവർ അല്ലേ, കിട്ടും. ഓക്കെ. മേജർ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല, മേജറായിട്ട് ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം 4 നല്ല പുതിയ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുത്തിട്ട് സർവീസ് എല്ലാം കംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ. എത്ര കൊടുക്കുക ഇത് നമുക്ക്? ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ 2,75,000 കൊടുക്കാം. 2,75,000 രൂപയ്ക്ക് 2014 ഡീസൽ ആസ്റ്റ ഓപ്ഷണൽ ഗ്രാൻഡ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോണും ചാൻസ് ഇല്ലേ? ഫുൾ ഓൺ ചാൻസ് ഉണ്ട്, ഏകദേശം കിട്ടും. അപ്പോൾ അങ്ങനത്തെ വിലക്കാണ് ഇവിടെ വണ്ടികൾ കൊടുത്തുകൊടുക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, കുറച്ചും കൂടി സ്റ്റോക്ക് വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയിൽ മാവൂർ റോഡിൽ KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ പാടാണ്. ഇവരെ കോൺടാക്ട് ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. എന്തായാലും
പുതിയ എല്ലാം മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞിട്ട് ബ്രാൻഡ് നെയിം റിവീൽ ചെയ്യുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാലോ? ഉറപ്പായിട്ടും, തീർച്ചയായും, ഉറപ്പായിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതുകൂടെ കൂടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു അക്ഷയ്. താങ്ക് യു. ബൈ.